ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അച്ചിങ്ങയും പച്ചക്കായും ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് ഞാനൊരു പച്ചക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് അച്ചിങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ കായ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായും അതുപോലെ അച്ചിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇത് വേവുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിലടിച്ചത് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ അതൊന്ന് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് വേവിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പാകം നോക്കി എടുക്കാൻ പറ്റും. ഇത് ഒരു 5 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതിലിങ്ങനെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട് കേട്ടോ. അത് ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ തനിയെ ഇങ്ങനെ വറ്റിപ്പോയിക്കോളൂ കേട്ടോ. ഇനി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നല്ല പോലൊന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചധികം ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതൊന്നുകൂടി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായും അച്ചിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറും അതുപോലെ മുളകും ഒക്കെ നന്നായിട്ട് ഈ കായിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ പാകത്തിനായതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ച് സമയം ചട്ടിയിലിരിക്കുമ്പോഴേക്കും ഒന്നുകൂടി ഡ്രൈ ആയി വരും കേട്ടോ. അങ്ങനെ അച്ചിങ്ങയും കായും മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.